കാട്ടാന ആക്രമണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിങ്ങനെ ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട് പല നാടുകളിൽ. കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഇടുക്കി പെരുവന്താനത്തെ സോഫിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ എത്തി മരിച്ച സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചിരുന്നു. പെരുവന്താനത്തെ വീട്ടിൽ നിന്നും ജെയിനിസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, വീട്ടിലെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്നില്ല, നമുക്കറിയാം. ഏറ്റവും സങ്കടകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് കുടുംബം എന്നറിയാം. വിശദാംശങ്ങൾ എന്താണ്? ചടങ്ങുകളൊക്കെ എപ്പോഴായിരിക്കും? മോത്തി, തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം അവിചാരിതമാണെങ്കിലും ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടപ്പെടുകയാണ് വന്യജീവി ആക്രമണത്തിൽ. ഈ വർഷം 29-ാം തീയതി, ഡിസംബർ 29-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ മാത്രം 3 ജീവനുകൾ കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ കൊടികുത്തിക്ക് സമീപം ചെമ്പപ്പാറയിൽ സോഫിയ എന്ന വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. വൈകുന്നേരം ഇവർ തൊട്ടടുത്തുള്ള അരുവിയിൽ കുളിക്കാനായി പോയതാണ്. ആ സമയത്ത് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അമ്മയെ കാണാതെ മകൻ തിരഞ്ഞു ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ആക്രമിച്ച് കൊല്ലപ്പെട്ട അവസ്ഥയിൽ മൃതദേഹം കാണുന്നത്. അതിനുശേഷം ആ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പ്രത്യേകിച്ച് തുടർച്ചയായി വന്യജീവി ആക്രമണമുള്ള ഒരു മേഖലയാണ്. TRNT എസ്റ്റേറ്റിൻ്റെ അകത്തുള്ളതാണെങ്കിലും ഇതൊരു റബ്ബർ എസ്റ്റേറ്റാണ്, നമുക്ക് നോക്കിയാൽ കാണാം റബ്ബർ എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൻ്റെ അകത്താണെങ്കിൽ പോലും കാട്ടാനയുടെ സ്ഥിരം സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്, വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഒരു സോളാർ ഫെൻസിംഗ് പോലും അധികൃതർ സ്ഥാപിച്ചിട്ടില്ല എന്ന പരാതിയാണ് നാട്ടുകാർ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ നഷ്ടപരിഹാരം, കുടുംബത്തിൻ്റെ ആശ്രിതർക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പുലർച്ചെ ഏതാണ്ട് ഒരു 3-4 മണി വരെ പ്രതിഷേധം നടന്നത്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ, പ്രതിഷേധം അവസാനിപ്പിക്കൂ, മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഇത്തരത്തിൽ ഉറപ്പുകൾ നൽകി ജോലി നൽകുന്ന കാര്യം ശുപാർശ ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഉടൻ കൈമാറാം എന്നതടക്കമുള്ള ഉറപ്പുകൾ നൽകിയതിനെ തുടർന്നാണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞത്. മൃതദേഹം ഇപ്പോൾ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അവിടെ വെച്ചായിരിക്കും ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. എന്തായാലും ഇതിപ്പോൾ നമുക്കൊരു തുടർച്ചയായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നല്ലോ പ്രദേശവാസികളുടെ. അത് ഏത് ഘട്ടത്തിലാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ മോത്തി, അതായത് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഉറപ്പുകൾ നൽകിയതിന് ശേഷം മാത്രമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതായത് പ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൻ്റെ നഷ്ടപരിഹാരം, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ആശ്രിതർക്ക് സോഫിയയുടെ മകന് ജോലി തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വെച്ചത്. ആ കാര്യത്തിൽ നഷ്ടപരിഹാരം ഉടൻ നൽകാമെന്ന്, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ നൽകാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മകന്റെ ജോലിയുടെ കാര്യത്തിൽ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോഴും ഇതിനൊരു ശാശ്വത പരിഹാരമാവുന്നില്ലല്ലോ. പതിവായി ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന സമയത്ത് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ്. ഇവിടെയും ഇത്തരത്തിലൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? മോത്തി, ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് വന്യജീവികൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ വന്യജീവി ആക്രമണം ഇല്ലാതാവുന്നുള്ളൂ. സോളാർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ ട്രെഞ്ചോ നിർമ്മിക്കുന്നത് കൊണ്ട് താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കപ്പെടും എന്നത് മാത്രമാണ്. ഒരു പ്രദേശത്ത് ട്രെഞ്ചോ ഫെൻസിങ്ങോ സ്ഥാപിച്ചാൽ അങ്ങോട്ടേക്ക് കടക്കില്ലായിരിക്കും, പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണം തേടി കാട്ടാനയോ അല്ലെങ്കിൽ വന്യജീവികളോ പോകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്ന് വന്യജീവികൾ പുറത്തേക്ക് എത്താത്ത അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുമാത്രമാണ് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത് സോളാർ ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ ട്രെഞ്ചും ഒക്കെ അടിയന്തരമായി സ്ഥാപിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന രീതിയിലാണ്. രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികളും അത്തരത്തിലുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെയും അത്തരത്തിലൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അവരെ സംബന്ധിച്ച് ഇതുവരെ ഒരു സോളാർ ഫെൻസിംഗ് പോലും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഏറ്റവും അടിയന്തര ആവശ്യം എന്ന് പറയുന്നത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. മറ്റൊരു കാര്യം നമുക്കറിയാം, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് സർക്കാർ നിശ്ചയിച്ച തുകയാണ്. അത് പ്രതിഷേധമുണ്ടായാലും ഇല്ലെങ്കിലും അത് നൽകാൻ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. പ്രതിഷേധമുണ്ടാകുമ്പോൾ അടിയന്തരമായി അന്ന് തന്നെ പണം കൈമാറുന്നതാണ് രീതി. അല്ലെങ്കിൽ ഒരു 3 മാസമോ 4 മാസമോ ഒക്കെ അത് നീണ്ടു പോകാറുണ്ട്.
ജോലി നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ പല സ്ഥലത്തും അത്തരത്തിൽ കുടുംബത്തിലെ ആശ്രിതർക്ക് ജോലി നൽകണം എന്നൊരു ആവശ്യം പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുകയും ഇത് സംബന്ധിച്ച ഉറപ്പുകളൊക്കെ നൽകുകയും ചെയ്യും. പക്ഷേ ഇതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാൻ വനംവകുപ്പ് തയ്യാറാകുന്നുണ്ട്. പക്ഷേ സർക്കാർ ഒരു സ്ഥിരം ജോലിയൊന്നും ഈ ശുപാർശയ്ക്കപ്പുറം ഒന്നും സംഭവിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ ഇത്തരം പ്രതിഷേധങ്ങൾ ആ ദിവസങ്ങളിൽ അവസാനിച്ച് പോകുന്നതാണ് രീതി. പിന്നീടും ഈ പ്രശ്നങ്ങൾ അവിടെ തന്നെ തുടരും. ഇപ്പോൾ ഡിസംബർ 29 തീയതി നമുക്കറിയാം മുള്ളിരിങ്ങാട് അമീർ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 22 വയസ്സുകാരന്റെ മരണം സംഭവിച്ചു. അതിനുശേഷം അവിടെ പല ഉറപ്പുകളും നൽകി, നഷ്ടപരിഹാരം നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകി. 4 ലക്ഷം രൂപയാണ് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയത്. 10 ലക്ഷം രൂപയാണ് അന്ന് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. അവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും ട്രെഞ്ച് നിർമ്മിക്കുമെന്നൊക്കെ ഉറപ്പ് നൽകിയിരുന്നു. ഇന്നും ആ നാട്ടുകാർ രാത്രിയാകുമ്പോൾ മുള്ളിരിങ്ങാട് ആ റൂട്ടിലേക്ക് എത്തി അവിടെ തീ കൂട്ടി, ആനത്താരകളിൽ തീ കൂട്ടി ആന കയറാതിരിക്കാൻ ശാശ്വത പരിഹാരമൊക്കെ ആവശ്യപ്പെടുമ്പോഴും ഇതുപോലെ ധനസഹായവും മറ്റ് സൗകര്യങ്ങളും നൽകാമെന്ന് പറയുമ്പോഴും പലതും പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് കളക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത് എന്ന് ജെയിൻ വ്യക്തമാക്കിയല്ലോ. പക്ഷേ അവിടെയും കൃത്യമായി ഇത് നൽകുന്നുണ്ടോ, താൽക്കാലിക ജോലി ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഭാവിയിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്.